ഇന്ത്യ-പാകിസ്ഥാൻ യുദ്ധങ്ങൾ ഉൾപ്പെടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്ന അവകാശവാദം ആവർത്തിച്ച് യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ 80ാമത് പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് തന്റെ അവകാശവാദം ആവർത്തിച്ചത്. മറ്റൊരു ലോക നേതാവോ രാഷ്ട്രതലവനും ഇത്രയും വലിയ പ്രവൃത്തി അടുത്ത കാലത്തൊന്നും ചെയ്തിട്ടില്ലെന്നും 7 മാസത്തിനിടെ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ച തന്നോട് ഐക്യരാഷ്ട്ര സംഘടന ഒരു നന്ദി പോലും പറഞ്ഞില്ലെന്നും ട്രംപ് വിമർശിച്ചു. ഇസ്രയേലും ഇറാനും ഇന്ത്യയും പാകിസ്ഥാനും റുവാണ്ടയും ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയും തായ്ലൻഡും കംബോഡിയയും അർമീനിയയും അസർബൈജാനും ഈജിപ്തും എത്യോപ്യയും സെർബിയയും കൊസോവോയും ഇത്രയും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു. മറ്റൊരു ലോക നേതാവും ഇത്രയുമൊന്നും അടുത്ത കാലത്ത് ചെയ്തിട്ടില്ല. ഒരു നന്ദി പോലും ഐക്യരാഷ്ട്ര സംഘടന പറഞ്ഞില്ല, ഒന്ന് സഹായിക്കാൻ പോലും ശ്രമിച്ചില്ല, ട്രംപ് ആരോപിച്ചു. റഷ്യ യുക്രൈനിൽ നടത്തുന്ന യുദ്ധത്തിന് ധനസഹായം നൽകുന്നതിൽ പ്രധാനികൾ ചൈനയും ഇന്ത്യയുമാണ്. ആ സമയത്ത് ഞാനായിരുന്നു പ്രസിഡന്റെങ്കിൽ യുക്രൈൻ യുദ്ധം ആരംഭിക്കില്ലായിരുന്നു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ ചൈനയും ഇന്ത്യയും ഇപ്പോഴും യുദ്ധത്തിന് ധനസഹായം നൽകുകയാണ്, ട്രംപ് പറഞ്ഞു. മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർ ക്ഷാമവും പ്രശ്നങ്ങളും തുറന്നു പറഞ്ഞ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ. മികച്ച ശമ്പളം കൊടുക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് യുവ ഡോക്ടർമാർ സർക്കാർ സർവീസിലേക്ക് വരാൻ തയ്യാറാകുന്നില്ലെന്നും മെഡിക്കൽ കോളേജുകൾ വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. കൂടുതൽ മെഡിക്കൽ കോളേജുകൾ തുടങ്ങി തട്ടിക്കൂട്ട് സംവിധാനങ്ങൾ ഒരുക്കിയാൽ വരും വർഷങ്ങളിൽ തട്ടിക്കൂട്ട് ഡോക്ടർമാരാകും ഉണ്ടാകുക എന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംസാരിക്കുകയായിരുന്നു ഡോക്ടർ ഹാരിസ്. പുതിയ മെഡിക്കൽ കോളേജുകളിൽ അടിയന്തരമായി സ്ഥിരം തസ്തികകൾ സൃഷ്ടിക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, താൽക്കാലിക സ്ഥലം മാറ്റങ്ങൾ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യുവ ഡോക്ടർമാർ സർക്കാർ സർവീസിലേക്ക് വരാത്തതിനാൽ മെഡിക്കൽ കോളേജുകളിലെ പല വിഭാഗങ്ങളും വർഷങ്ങൾക്കുള്ളിൽ അടച്ചിടേണ്ട അവസ്ഥയുണ്ടാകുമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. തിരുവനന്തപുരം യൂറോളജി ഡിപ്പാർട്ട്മെന്റ് തന്നെ വരുന്ന ഒരു 5-6 വർഷം കഴിഞ്ഞാൽ അടച്ചിടാനേ പറ്റുള്ളൂ. തൃശൂർ മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം ഏതാണ്ട് അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ ആകെ ഒരു ഡോക്ടറേ ഉള്ളൂ. അദ്ദേഹം പ്രൊമോഷനായി എറണാകുളത്തേക്ക് പോയ ശേഷം മെഡിക്കൽ കോളേജ് പ്രവർത്തിപ്പിക്കാൻ ആളില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിനെ പാർട്ട് ടൈം ഡോക്ടർ എന്നുള്ള രീതിയിലാണ് അവിടെ യൂറോളജി വകുപ്പിൽ നിർത്തിയിരിക്കുന്നത്. ഏതാണ്ട് 200ഓളം രോഗികൾ വരുന്നതാണ് അവിടെ. 5-6 ഡോക്ടർമാർ വേണ്ട സ്ഥലത്താണ് ഒരു ഡോക്ടറെ പാർട്ട് ടൈം ആക്കി വെച്ചിരിക്കുന്നത്. പലയിടത്തും ശസ്ത്രക്രിയ കഴിഞ്ഞ രോഗിക്ക് ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ റേഡിയോളജി, ഡോപ്ലർ, CT സ്കാൻ സംവിധാനം വേണമെങ്കിൽ ഇപ്പോൾ റെസിഡന്റ് ഡോക്ടർമാർ മാത്രമേ ഉള്ളൂ. സീനിയർ ഡോക്ടർമാർ ഇല്ല. ജൂനിയർ ഡോക്ടർമാരും സർവീസിലേക്ക് വരുന്നില്ല. ഞാൻ കഴിഞ്ഞ വർഷം യൂറോളജി PSC ഇന്റർവ്യൂവിന് പോയിരുന്നു. 9 ഡോക്ടർമാരാണ് അഭിമുഖത്തിനെത്തിയത്. കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ നിങ്ങളെ എല്ലാവരെയും നിയമിക്കുന്നു, സർവീസിലേക്ക് വരണമെന്നാണ് ആവശ്യപ്പെട്ടത്. എന്നാൽ ഒരാൾ മാത്രമാണ് വന്നത്. ബാക്കി 8 പേരും ഒഴിവായിപ്പോയി. പിന്നീട് അവരെ വിളിച്ചു ചോദിച്ചപ്പോൾ അവർ ജോലി ചെയ്തിരുന്ന ആശുപത്രികൾ ഒറ്റയടിക്ക് അവരുടെ ശമ്പളം 4-5 ലക്ഷം വരെയാക്കി ഉയർത്തി നൽകി. ഇവിടെ അവർക്ക് കയ്യിൽ കിട്ടുന്നത് 80,000 രൂപയാണ്. 32 വയസ്സുവരെ MCHും DM ഒക്കെ പഠിച്ച ആരെങ്കിലും ആ ശമ്പളത്തിന് ജോലി ചെയ്യുന്നു. അതുകൊണ്ടാണ് എൻട്രി ലെവൽ ശമ്പളം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്, ഡോക്ടർ ഹാരിസ് പറഞ്ഞു. പുതിയ മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത് നല്ല കാര്യമാണെങ്കിലും കൃത്യമായി ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചില്ലെങ്കിൽ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യുമെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ആരോഗ്യ ചികിത്സാ സംവിധാനം മെച്ചപ്പെടുത്താൻ മെഡിക്കൽ കോളേജുകളല്ല വേണ്ടത്. അതിന് ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങളും ട്രോമാ കെയർ സെന്ററുകളും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ കോടിക്കണക്കിന് രൂപ മുടക്കുന്നു. എങ്കിലും രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ചികിത്സ ലഭിക്കണമെങ്കിൽ കുറേനാൾ കാത്തിരിക്കേണ്ടി വരും. കോണി മെഡിക്കൽ കോളേജിനെ ഒരുപാട് പണം ചിലവായിട്ടുണ്ട്. അവിടെ ആദ്യ പ്രസവം നടന്നു എന്ന് കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു. ഇത്രയും നാളായിട്ടും അവിടെ പ്രസവം നടന്നിരുന്നില്ല എന്നാണോ പറയുന്നത്? മെഡിക്കൽ കോളേജുകൾ തുടങ്ങുമ്പോൾ മുൻകൂട്ടി നിയമനം നടത്താൻ തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റു മെഡിക്കൽ കോളേജുകളിൽ നിന്നും ഡോക്ടർമാരെ പുനർവിന്യസിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സുപ്രഭാതത്തിൽ വിളിച്ച് കാസർകോട്ടേക്കോ കണ്ണൂരേക്കോ പോകാൻ പറയും. നിവൃത്തികോടുകൊണ്ട് പലരും പോകും. ജോലിയുടെ ഗുണനിലവാരമാണ് നഷ്ടപ്പെടുന്നത്. ചില മെഡിക്കൽ കോളേജുകളിൽ പഠിപ്പിക്കാൻ ആളില്ലെന്നാണ് കുട്ടികൾ പറയുന്നത്. അവർ യൂട്യൂബൊക്കെ നോക്കി പഠിച്ചെടുക്കുകയാണ്. ഇന്ന് നമ്മൾ തട്ടിക്കൂട്ട് സംവിധാനങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിൽ ഭാവിയിൽ ഇവിടെ തട്ടിക്കൂട്ട് ഡോക്ടർമാരായിരിക്കും കൂടുതലുണ്ടാവുക. തട്ടിക്കൂട്ട് ചികിത്സയായിരിക്കും ജനങ്ങൾക്ക് ലഭിക്കുന്നത്. മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഇപ്പോൾ തന്നെ തീരെ കുറഞ്ഞു തുടങ്ങി. പഠിച്ചു വരുന്ന പലർക്കും സ്റ്റിച്ചിടാനോ രക്തസാമ്പിൾ എടുക്കാനോ അറിയില്ല. സീനിയർ ഡോക്ടർമാർ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. മുൻപ് കേരളത്തിൽ നിന്നുള്ള ഡോക്ടർമാർക്ക് വിദേശത്ത് അവിടുത്തെ യോഗ്യതാ പരീക്ഷ എഴുതേണ്ടിയിരുന്നില്ല. ഇപ്പോൾ നില മാറി. ഈ മേഖലയിൽ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ അധികാരികൾ ചെവിക്കൊള്ളാൻ തയ്യാറായാൽ തന്നെ ഒരു പരിധിവരെ പ്രതിസന്ധികൾക്ക് പരിഹാരമാകും. സൈബർ ആക്രമണം നേരിട്ട CPM നേതാവ് KJ ഷൈനിന് പിന്തുണയുമായി നടി റിനി ആൻഡ് ജോർജ്. സ്ത്രീകളെ അജിഭാഷിച്ചും അപമാനിച്ചും അരങ്ങത്ത് നിന്ന് അടുക്കളയിലേക്ക് ആട്ടിപ്പായിക്കുമെന്ന് കരുതേണ്ടതില്ലെന്നും ഉമ്മാക്കി കാണിച്ച് വിരട്ടാമെന്ന് കരുതേണ്ടതില്ലെന്നും റിനി ആൻഡ് ജോർജ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചു. KJ ഷൈനിന് ഒപ്പമുള്ള ചിത്രവും റിനി ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചു. ജീവനൊടുക്കിയ BJP കൗൺസിലർ തിരുമല അനിൽ പ്രസിഡന്റായിരുന്ന ജില്ലാ ഫാംഡൂർ സഹകരണ സംഘത്തിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിരുന്നുവെന്ന് സഹകരണ വകുപ്പ് തിരുവനന്തപുരം അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ റിപ്പോർട്ട്. ചട്ടവിരുദ്ധമായി നിക്ഷേപകർക്ക് പലിശ നൽകിയ ഇനത്തിൽ സംഘത്തിന് 14 ലക്ഷത്തിലധികം രൂപ നഷ്ടമുണ്ടായെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞു. ക്രമക്കേടുകൾ സംബന്ധിച്ച് യൂണിറ്റ് ഇൻസ്പെക്ടർമാർ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ് അസിസ്റ്റന്റ് രജിസ്ട്രാർ അന്വേഷണം നടത്തിയത്.
പലിശ ഇനത്തിൽ വന്ന നഷ്ടം സംഘം സെക്രട്ടറിയിൽ നിന്ന് 18% പലിശ സഹിതം ഈടാക്കണമെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. തസ്തികാനുവാദമില്ലാതെ കലക്ഷൻ ഏജന്റുമാരെ നിയമിച്ച് കമ്മീഷൻ നൽകിയ ഇനത്തിലും താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകിയ ഇനത്തിലും 1 കോടിയിലധികം രൂപ നഷ്ടമുണ്ടായി. സഹകരണ നിയമത്തിന് വിരുദ്ധമായി സി ക്ലാസ് അംഗങ്ങൾക്ക് വായ്പ നൽകിയത് വഴി 2.5 കോടിയിലേറെ രൂപ കുടിശ്ശികയായെന്നും ഇത് പിരിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്നും കണ്ടെത്തിയിരുന്നു. സംഘം നടത്തിവരുന്ന പ്രതിമാസ നിക്ഷേപ പദ്ധതികളിൽ 4 കോടിയോളം രൂപ കുടിശ്ശികയുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. 2022 സെപ്റ്റംബറിൽ ഹിമാചലിലെ ഒരു വാഹന ഏജന്റ് ഡൽഹി മായപുരിയിലുള്ള ഒരു കാർ വിൽപ്പനക്കാരന് ടൊയോട്ട പ്രാഡോ കാർ വിറ്റതിന്റെ രേഖ കണ്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ കണ്ണു തള്ളി. വെറും 1 ലക്ഷം രൂപ. ഇത്ര വില കുറച്ച് കിട്ടുന്ന ഈ വാഹനങ്ങൾ എവിടേക്ക് പോകുന്നു? ആ അന്വേഷണം അധികൃതരെ എത്തിച്ചത് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ്. ഹിമാചലിലെ ഏജന്റുമാരിൽ നിന്ന് പല കൈമറിഞ്ഞ് 40 ലക്ഷം മുതൽ 60 ലക്ഷം രൂപ വരേക്കാണ് അവ കേരളത്തിലെത്തിച്ച് വിൽപ്പനയ്ക്കായത്. ഇന്ന് രാവിലെ മുതൽ 5 ജില്ലകളിലായി കസ്റ്റംസും കേന്ദ്ര ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും നടത്തുന്ന ഓപ്പറേഷൻ നുംഖോർ സിനിമാ താരങ്ങളെയും യൂസ്ഡ് കാർ വിൽക്കുന്ന ഒട്ടേറെ ഷോറൂമുകളെയും കേന്ദ്രീകരിച്ചുകൂടിയാണ്. നുംഖോർ എന്ന വാക്കിന് ഭൂട്ടാനീസ് ഭാഷയിൽ വാഹനമെന്നാണ് അർത്ഥം. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്നെത്തിച്ച വാഹനങ്ങൾ ആഡംബര യൂസ്ഡ് കാർ വിൽപ്പന കേന്ദ്രങ്ങളിലൂടെ പ്രമുഖരിലേക്ക് എത്തുന്ന വിവരം കസ്റ്റംസിന് കിട്ടിയിരുന്നു. 200 വാഹനങ്ങൾ ഇങ്ങനെ ഹിമാചൽ പ്രദേശിലും അവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലും എത്തിച്ചതിന്റെ രേഖകൾ കസ്റ്റംസിന്റെ പക്കലുണ്ട്. ഇതിൽ 20ഓളം വാഹനങ്ങൾ എത്തിയത് കേരളത്തിലാണ്. അവ വാങ്ങിയവരുടെ പട്ടികയും കസ്റ്റംസ് തയ്യാറാക്കിയിരുന്നുവെന്നാണ് വിവരം. അതനുസരിച്ച് കോട്ടയത്തും കൊച്ചിയിലും കോഴിക്കോടും കൊല്ലത്തുമൊക്കെ ഈ വാഹനങ്ങൾ ഓടുന്നുണ്ട്. തിരുവനന്തപുരം പേരൂർക്കട കൊല്ലം സ്വദേശികൾ വാങ്ങിയത് പ്രാഡോ, കൊച്ചി പള്ളുരുത്തി സ്വദേശിയുടേത് നിസാൻ പട്രോൾ, കോട്ടയം കുമാരനല്ലൂർ നീണ്ടൂർ സ്വദേശികളും അങ്കമാലി കടവന്ത്ര കലൂർ സ്വദേശികളും വാങ്ങിയത് ടൊയോട്ട ലാൻഡ് ക്രൂസർ. ഇത്തരത്തിൽ വിപണിയിൽ 1 കോടി രൂപ വരെ വിലയുള്ള ഒട്ടേറെ കാറുകളാണ് പലരും പകുതി വിലയ്ക്ക് സ്വന്തമാക്കിയത്. സിനിമാ താരങ്ങളായ പൃഥ്വിരാജ് സുകുമാരൻ, ദുൽഖർ സൽമാൻ തുടങ്ങിയവർ ഇത്തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്ന കാര്യം കസ്റ്റംസ് അധികൃതർ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവർക്ക് വാഹനം വിറ്റ ഏജന്റുമാരടക്കമുള്ളവരുടെ വിവരങ്ങളും ലഭിച്ചിരുന്നു. ഭൂട്ടാനിലെ സൈന്യം ഉപയോഗിച്ച് ഉപേക്ഷിച്ചത് എന്ന പേരിലാണ് പല കാറുകളും ഹിമാചലിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതും പിന്നീട് രാജ്യമൊട്ടാകെ ആവശ്യക്കാർക്ക് എത്തിക്കുന്നതും. ഇത്തരം വാഹനങ്ങൾ എവിടെ നിന്ന് എങ്ങനെ കൊണ്ടുവരുന്നു എന്ന കാര്യം വാങ്ങുന്ന ആളുകൾ പലപ്പോഴും അറിയാറില്ല. ഇത്തരത്തിൽ നികുതി അടയ്ക്കാതെ എത്തിച്ച കാറുകൾ പിടിച്ചെടുക്കുമെന്നും കസ്റ്റംസ് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന്റെ ഉടമകൾ നികുതിയും പിഴയും അടയ്ക്കേണ്ടി വരും.